السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ജനപ്രതിനിധികൾ, കർണകഷ്ണങ്ങളായ യുവാക്കൾ, മുതാലിം സഹോദരങ്ങൾ, മാന്യശ്രോതാക്കൾ, ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലങ്ങളിലേക്കും പൂർവികരിലേക്കുമാണ് എൻ്റെ ഓർമ്മകൾ എത്തുന്നത്. എൻ്റെ സ്വന്തം നാടാണ്, എൻ്റെ പൂർവികരല്ല. വളവട്ടണം കക്കുളങ്ങര വള്ളി മക്കാമിൽ മറവട്ട് കിടക്കുന്ന സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു അവരാണ് കേരളത്തിൽ ആദ്യമായി എത്തിയ സയ്യിദ്. മഹാനായ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായ മർഹൂം താജുൽ ഉലമ അസി അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെയും ആദ്യ പിതാവ്, ബുഖാരി സാദാത്തുക്കളുടെ ആദ്യ പിതാവ്, കണ്ണൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എട്ടിക്കുളത്തും രാമന്തളിയും മാട്ടൂലും തൃക്കരിപ്പൂരും തളിപ്പറമ്പും പരിസരങ്ങളിലൊക്കെയും ഇന്നും എൻ്റെ കൂട്ടുകുടുംബങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, യാത്രകൾ എമിഗ്രേഷൻ റിപ്പോർട്ടിൽ പല വിധത്തിലുണ്ട്. പക്ഷേ മഹാനായ അല്ലാമ അബ്ദുൽ കരീം ഖുശൈരി റളിയല്ലാഹു അൻഹു സൂഫി ലോകത്തിൻ്റെ അജയ്യന സൂര്യ തേജസ് എന്ന് ലോകം വിളിക്കുന്ന ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ജനിക്കുന്നതിൻ്റെ 74 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച മഹാനാണ് അല്ലാമ ഖുശൈരി തങ്ങൾ. അല്ലാമ ഖുശൈരി തങ്ങളെക്കുറിച്ച് സമകാലികർ പറയുന്നത്, ലൗ ഇർതബത ഇബ്ലീസ് മജാലിസ തദ്കീരിഹി ലതാബ. വല്ലപ്പോഴും ഒന്ന് ഇബ്ലീസ് ആ അനുഗ്രഹീത സദസ്സിലൊന്ന് വന്നിരുന്നുവെങ്കിൽ അവൻ പോലും തൗബ ചെയ്ത് നന്നാകുമായിരുന്നു എന്ന് ആ മഹാനായ അല്ലാമ ഖുശൈരി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു. യാത്ര രണ്ടിനത്തിലാണ്. സഫറും ബിൽ ബദൻ, ഒന്ന് ശരീരം കൊണ്ട് യാത്ര ചെയ്യുന്നത് ഒരിടത്തു നിന്ന് മറ്റൊരിടം, ഇരിക്കുന്നവരെല്ലാം അങ്ങനെ യാത്ര ചെയ്യുന്നവരാണ്. മറ്റൊന്ന് മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് യാത്ര ചെയ്യുന്നവർ, അതാണ് ഹൃദയം കൊണ്ട് യാത്ര ചെയ്യുന്നവർ, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ വളരെ വളരെ അപൂർവമാണ്. എന്നാൽ ശരീരം കൊണ്ട് യാത്ര ചെയ്യുന്നവർ പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ കാണാൻ കഴിയും. ഈ യാത്ര മഹാനായ ശൈഖുന സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ്. മലിനം നിറഞ്ഞു കിടക്കുന്ന ഹൃദയങ്ങളിലെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനാണ്. ഇന്ത്യയിലെ ക്ലീൻ സിറ്റി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇൻഡോറിൽ ഇന്നലെ കുടിവെള്ളത്തിൽ മലിനജലം ചേർന്നപ്പോൾ 14 ആളുകൾ മരിച്ച വാർത്ത, 2000 ആളുകൾ ഹോസ്പിറ്റലായ വാർത്ത ഇന്നത്തെ പത്രങ്ങൾ നിങ്ങൾ വായിച്ചിരിക്കും. ഇവിടെയാണ് മനസ്സുകളിലെ മാലിന്യങ്ങൾ, വിദ്വേഷങ്ങൾ, വൈരാഗ്യങ്ങൾ, വെറുപ്പുകൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനാണ് ഈ യാത്ര മനുഷ്യർക്കൊപ്പമെന്നത്. ഇവിടെ ഇന്ന് ജനുവരി 2
ഇന്നലെ ലോകത്ത് ശ്രദ്ധേയമായ 2 കാര്യങ്ങൾ നടന്നു. നിങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല. ഇന്നലെ ഉണർത്തി അമേരിക്കയുടെ തലസ്ഥാനമാകുന്ന ന്യൂയോർക്കിൽ ആദ്യമായി മംദാനി എന്ന മുസ്ലിം മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസമാണ്. ആ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പരിശുദ്ധമായ ഫുർഖാൻ അലീം തൊട്ടുകൊണ്ടാണ് എന്നത് ഇന്ന് ലോകത്ത് വലിയ വാർത്തയാണ്. ലോകത്ത് മറ്റൊരു വാർത്തയാണ്, ഇന്നലെ ചൈനയിൽ പുതിയ നിയമങ്ങൾ പാസാക്കി എന്നത്. മഹാനായ ശൈഖുന സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇന്നത്തെ ലോക വാർത്തകളിൽ ഒന്നാണ് ചൈനയിലെ ഷീ ജിൻപിങ് പുതിയൊരു തീരുമാനം കൊണ്ടുവന്നു എന്നത്. അഥവാ ഒറ്റക്കുട്ടി നയം ചൈന ഒഴിവാക്കാൻ ശ്രമിക്കുന്ന കാലങ്ങളായി. 1960 കാലഘട്ടങ്ങളിൽ ദാരിദ്ര്യം വർദ്ധിച്ചപ്പോൾ സാമ്പത്തിക ചെലവുകൾ കൂടുമെന്ന് കരുതി സന്താന നിയന്ത്രണത്തിന് പല അവയർനെസ് ക്യാമ്പുകളും നടത്തി. വിജയിച്ചില്ല. 1978 നമുക്കൊന്നെന്ന ബില്ല് കൊണ്ടുവന്നു. അതും വിജയിച്ചില്ല. 1980 കർശന നിയമം, 1-ലേറെ കുഞ്ഞുങ്ങൾ പിറക്കാൻ പാടില്ല. ഭീമമായ സംഖ്യ ഫൈൻ, തൊഴിൽ നിഷേധം, ഒറ്റപ്പെടുത്തൽ, ബഹിഷ്കരണങ്ങൾ പൂർണ്ണമായും നടപ്പിലായി. പലരും വിവാഹിതരാവേണ്ടെന്ന് തീരുമാനിച്ചു. വിവാഹിതരാകുന്നവരാവട്ടെ കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചു. ഉള്ളവരാവട്ടെ ഒന്നിലപ്പുറം മതിയാകാതെ വന്നു. കാലം കൂടുതൽ കഴിഞ്ഞില്ല. 2023 ഡിസംബർ 24 2 വർഷം മുമ്പ് ഷീ ജിൻപിങ് നാഷണൽ വിമൻസ് കോൺഫറൻസിൽ പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഈ തത്വം വലിച്ചെറിയുന്നു. എന്തേ കാരണം? ആ വർഷം ചൈനയിൽ ജനിച്ചത് മരിച്ചത് 14 മില്യനാണ് മരിച്ചത്. 1,40,00,000. ജനിച്ചതാവട്ടെ ഏതൊരു നാട്ടിലും സ്ഥാപനത്തിലും പാസ് ഔട്ട് ആകുന്നതിൻ്റെ അധികം കുട്ടികൾ അഡ്മിഷൻ കൊടുത്തെങ്കിലേ ആ സ്ഥാപനം നിലനിൽക്കുകയുള്ളൂ. ഒരു നാട് നിലനിൽക്കണമെങ്കിൽ അവിടെ നിന്ന് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ജനിക്കണം. എന്നാൽ ചൈനയിൽ 14 മില്യൺ ആളുകൾ മരിക്കുമ്പോൾ 20 മില്യൺ ആളുകൾ ജനിക്കേണ്ടതിന് പകരം 9 മില്യനാണ് ജനിച്ചത്. ആ തീരുമാനം വലിച്ചെറിഞ്ഞു. പല പ്രോത്സാഹനങ്ങളും നൽകി. 2 കൊല്ലം കൊണ്ട് വിജയിച്ചില്ല. ഇന്നലെ ചൈന ഹാപ്പി ന്യൂ ഇയർ ഡേയില് പുതിയ തീരുമാനമെടുത്തു. ഗർഭനിരോധന മാർഗങ്ങൾ എന്തെല്ലാമുണ്ടോ അതിനെല്ലാം 13% ടാക്സ്. മുമ്പ് വെറുതെ കൊടുത്തിരുന്നതെല്ലാം ഇപ്പോൾ നിർത്തിയെന്നല്ല, 13% ടാക്സ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഇന്ത്യയിലും ഈ തീരുമാനം വരുമായിരുന്നു. അന്നത്തെ പ്രസിഡന്റായിരുന്ന പ്രഥമ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത്, എൻ്റെ അമ്മങ്ങാനും 2 കൊണ്ട് മതിയാക്കിയിരുന്നുവെങ്കിൽ 11ാമത്തെ മകനായി ഞാൻ ജനിക്കില്ലായിരുന്നു. എന്നിട്ടും ഇന്ത്യയും കേരളവും അനുഭവിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ധനകാര്യ റിപ്പോർട്ട് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലല്ലോ. ഇന്ന് കേരളം നേരിടുന്നത് ജനറേറ്റ് കുറഞ്ഞതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 1,07,000 സീറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പ് സീറ്റ് കിട്ടാൻ പലരുടെയും റെക്കമെൻഡേഷൻ ആവശ്യമായിരുന്നുവെങ്കിൽ, കഴിഞ്ഞ വർഷം 75,000 സീറ്റുകളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. 36,000 സീറ്റുകൾ ബാക്കിയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അതൊക്കെ വിദേശത്തേക്ക് പോകുന്നത് കൊണ്ടാണ്.
ഇവിടെ നല്ല കോഴ്സുകളില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ കേരള ഗവൺമെന്റ് 5000 കോടി രൂപ ചെലവഴിച്ചു. 45,000 സ്മാർട്ട് ക്ലാസ് റൂമുകൾ പടുത്തുയർത്തി. പക്ഷേ ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ 1.5 ലക്ഷം കുട്ടികളുടെ കുറവ്. ഇവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കേരളത്തിലും ജനനേറ്റ് കുറയുന്നു എന്ന്. ഈ സമയത്ത് കേരള മുസ്ലിം ജമാഅത്തിന് പറയാനുള്ളത്, 1960 ലോകത്ത് 300 കോടി ജനങ്ങളാണെങ്കിൽ 2025 ലോകത്ത് 8.4 ബില്യൺ, അഥവാ 840 കോടി ജനങ്ങൾ ലോകത്തുണ്ട്. അഥവാ 540 കോടി ജനങ്ങൾ വർദ്ധിച്ചിട്ടും ഇവിടെ ദാരിദ്ര്യമല്ല വന്നത് പലയിടങ്ങളിലും എന്നത്. ഇവിടെയാണ് കുട്ടികളെ നിയന്ത്രിക്കുകയല്ല, സന്താന നിയന്ത്രണമല്ല വേണ്ടത്, നല്ല പാരന്റിംഗ് ആണ് വേണ്ടത്. നല്ല മനുഷ്യർ പിറക്കണമെങ്കിൽ നല്ല രക്ഷിതാക്കൾ ഉണ്ടാവണം. ഞാൻ 2 രക്ഷിതാക്കൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. 1980-90 കാലഘട്ടങ്ങളിൽ വിരുദ്ധൻ ഇവിടെ പഠിക്കുന്ന കാലത്ത് കണ്ണൂരിനെയും കാസർഗോഡിനെയും കോഴിക്കോടിനെയും കർണാടകയും വേദനിപ്പിച്ച സംഭവമായിരുന്നില്ലേ റിപ്പർ ചന്ദ്രൻ? നിങ്ങൾക്കറിയില്ലേ എത്ര ആളുകളെയാണ് റിപ്പർ ചന്ദ്രൻ കൊന്നത്? എത്ര ആളുകളെയാണ് ക്രൂര കുറ്റകൃത്യങ്ങൾ കൊള്ള നടത്തിയത്? 35ഓളം വീടുകളിൽ വലിയ കൊള്ള റിപ്പർ ചന്ദ്രൻ നടത്തില്ലേ? നിങ്ങൾ ഓർക്കുന്നില്ലേ? എന്നാൽ 10 കൊല്ലം കിട്ടാത്ത പുള്ളി ഈ കേരളത്തിൽ ആദ്യമായി നടന്ന അവസാനമായി നടന്ന തൂക്കുകാരിൽ തൂക്കിക്കൊല്ലൽ റിപ്പർ ചന്ദ്രനാണ്. ആ റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റുമ്പോൾ റിപ്പർ ചന്ദ്രൻ അന്ത്യാഭിലാഷം പറഞ്ഞത് എൻ്റെ അമ്മയൊന്ന് കാണണമെന്നാണ്. സ്വാഭാവികമായും പണ്ട് കാലം തൊട്ടേ അന്ത്യാഭിലാഷം സാക്ഷാത്കരിക്കണമല്ലോ. അമ്മയെ കാണാൻ അനുമതി നൽകി, അമ്മയെ കൊണ്ടുവന്നു. ചുടുചുംബനങ്ങൾ അർപ്പിക്കാനായിരിക്കുമെന്ന് എല്ലാവരും വിശ്വസിച്ചു. കൈകെട്ടി ആമം വഹിച്ചു കൊടുത്തു. അമ്മയെ കെട്ടി കാതങ്ങ് കടിച്ചു കീറി. നിങ്ങൾ ഓർക്കുന്നു? അന്ന് റിപ്പർ ചന്ദ്രൻ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, അല്ലയോ അമ്മ, നീ എങ്ങാനും നീ തൂക്കയറിൽ കയറേണ്ടത് ഞാനല്ല, എന്നെ ഈ രൂപത്തിലാക്കിയത് നീയല്ലേ, എന്നെ കളവിനെ പ്രോത്സാഹിപ്പിച്ചത്, എന്നെ ഈ തോന്നിവാസത്തിനെ പ്രോത്സാഹിപ്പിച്ചത്. ഇതേ സമയത്ത് ഒരു രക്ഷിതാവിനെ കൂടി ഓർക്കട്ടെ. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ മഹാനായിരുന്ന മൗലാന മുഹമ്മദ് അലി റളിയല്ലാഹു അൻഹു, അവരുടെ സഹോദരൻ മൗലാന ഷൗക്കത്ത് അലി, അവരുടെ ഉമ്മ ആബിദ ബീഗം വലിയ വലിയതാണ്. മൗലാന മുഹമ്മദ് അലിയുടെ ഉമ്മ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചുപോയി. പഠിപ്പിക്കാനും സംരക്ഷിക്കാനും ആരും ഇല്ല. ഉമ്മ കാതിലും കഴുത്തിലുമുള്ള ആഭരണങ്ങൾ തൂക്കി വിറ്റു ഓക്സ്ഫോർഡിലേക്ക് അയക്കുന്നു. അന്ന് ഉമ്മ നൽകിയ ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശമാണ് ഇവിടെ കൂടിയ മുഴുവൻ സഹോദരങ്ങളും പറയാനുള്ളത്. പ്രിയപ്പെട്ട മുഹമ്മദ് അലി, ഞാൻ ഇന്ന് ഓക്സ്ഫോർഡിലേക്ക് അയക്കുന്നത് നീ ഒരു ബില്ലിയനറായി വരാനല്ല ഞാൻ നിന്നെ അയക്കുന്നത്. മറിച്ച് എൻ്റെ രാജ്യത്തിന് ഫ്രീഡം ഫൈറ്ററായി, ഒരു സ്വാതന്ത്ര്യം നേടുന്ന ഒരു സമരസേനാനിയായി നീ വരണം. അതാണ് എൻ്റെ ലക്ഷ്യം. പ്രധാനമായും എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഞാൻ ലണ്ടനിൽ പോയിട്ടില്ല, പക്ഷെ എനിക്ക് യൂറോപ്പിനെ കുറിച്ച് അറിയാം. കൊടും തണുപ്പാണ്. ശൈത്യകാലത്ത് അതിശൈത്യമായിരിക്കും. 10 മാസവും പലപ്പോഴും തണുപ്പാണല്ലോ. പലപ്പോഴും -30-ലും 40-ലും ഒക്കെ എത്താറുണ്ടല്ലോ. എന്നാൽ നീ തഹജ്ജുദ് ഒരു സമയത്തും ഒഴിവാക്കരുത് മകനെ. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയിൽ കടങ്ങല്ലാതെ ലണ്ടൻ രാജ്ഞിയുടെ മുഖത്ത് നോക്കി 1930 വട്ടമേശക്കിരുന്നു കൊണ്ട് സ്വാതന്ത്ര്യം ചോദിച്ച ഒരേ ഒരു നേതാവല്ലേ മൗലാന മുഹമ്മദ് അലി റളിയല്ലാഹു അൻഹു? മനസ്സിലാക്കണം, അവിടെ വെച്ച് മരിച്ചില്ലേ? 1931 ആഗസ്റ്റ് ഷഅബാൻ 15 മരിച്ച് മൗലാന മുഹമ്മദ് അലി
ബൈത്തുൽ മുഖദ്ദസിലെ ഖുബ്ബത്തുസ് സഹ്റയുടെ നേരെ ഡയറക്ഷനിൽ വലിയ മക്ബറ കെട്ടിപ്പൊക്കിയതായി കാണാം. വിനീതൻ വർഷങ്ങൾക്ക് മുമ്പ് ചെന്ന് ഖുബ്ബത്തുസ് സഹ്റ പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നൊരു ഗേറ്റ്, ഹാദാ ബാബു മൗലാന മുഹമ്മദ് അലി. ഈ കവാടം ഏതാണെന്നറിയാമോ? മൗലാന മുഹമ്മദ് അലിയുടെ പേരിലാണ് കവാടം. മക്ബറ എഴുതിയതായി കാണാം, ഹാദാ മുജാഹിദുൻ അളീമുൻ ഹിന്ദിയുൻ മൗലാന മുഹമ്മദ് അലി തഗമ്മദഹുല്ലാഹു ബിറഹ്മതിഹി. ബൈത്തുൽ മുഖദ്ദസിൽ റജബ് ഷഅബാൻ 15 രാവ് ബറാത്ത് രാവിൽ മരിച്ച മൗലാന മുഹമ്മദിന്റെ മയ്യത്ത് ബൈത്തുൽ മുഖദ്ദസിൽ എത്തിക്കാൻ അന്ന് 20 ദിവസങ്ങൾ റമദാൻ 5-നാണ് എത്തിയത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ മൗലാന മുഹമ്മദ് അലി ആയത് എങ്ങനെയാണ്? ആ ഒരു ഉമ്മയാണ്, ആബിദ ബീഗത്തിന്റെ നിയന്ത്രണമാണ്, പാരന്റിംഗ് ആണ്. എന്നാൽ റിപ്പർ ചന്ദ്രൻ അന്ത്യാഭിലാഷം അമ്മയെ കാണാൻ, ആ അമ്മയെ കാത് കടിച്ചു കീറിയത് നമ്മുടെ നാട്ടിലാണ്, മറക്കരുത്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അമ്മയുടെ നിയന്ത്രണക്കുറവല്ലേ, ശ്രദ്ധ കുറവല്ലേ? വളരെ വേദനയോടെ ഒരു കാര്യം ഉണർത്തട്ടെ. ഈ അടുത്ത കാലത്ത് 2 അതിഥി തൊഴിലാളികളെ വളരെ നിഷ്ഠൂരമായി വധിക്കപ്പെട്ടില്ലേ? ആരാണ് അതിഥികൾ? അതിഥി നന്നായി ഉണ്ണുമ്പോൾ ആതിഥേയൻ നന്നായി ഉറങ്ങും. അതാണല്ലോ ആതിഥേയം തമ്മിലുള്ള ബന്ധം. ഞാനും നിങ്ങളുമൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാസികൾ ധാരാളമുണ്ട്. ആ പ്രവാസികൾക്ക് അർഹമായ പരിഗണന കിട്ടിയില്ല എങ്കിൽ നമ്മുടെ വേദനയും പ്രയാസവും എത്രയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യക്കാര് അതിഥി തൊഴിലാളികൾ വന്ന് നമുക്ക് കാശുകൾ ഉണ്ടാക്കി തരുമ്പോ ഞാനും നിങ്ങളും അവരെ സൽക്കരിക്കാൻ, അതിഥി തൊഴിലാളികൾ എന്ന് വിളി നല്ലതാണ്, സന്തോഷമുണ്ട്. പക്ഷെ വിളി മാത്രം മതിയോ? വന്യജീവികളാണെങ്കിൽ പോലും കൊല്ലാൻ പാടില്ല, പിടിച്ച് വാസസ്ഥലത്ത് എത്തിക്കണമെന്ന് നമ്മുടെ നിയമം പഠിപ്പിക്കുമ്പോ മനുഷ്യപ്പറ്റൽപ്പമുണ്ടായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? ഇവിടെയാണ് കേരള യാത്രയുടെ പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം സംഭവിക്കാതിരിക്കാൻ ഇവിടെ നല്ല മനുഷ്യർ പിറക്കണം. നല്ല മനുഷ്യർ പിറക്കണമെങ്കിൽ നല്ല പാരന്റിങ് വേണം. ഉപ്പയും ഉമ്മയുമാവാൻ എല്ലാവർക്കും കഴിയും. 8,40,00,000 ആളുകൾ ഇന്ന് 840 കോടി ജനങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും രക്ഷിതാക്കളുണ്ട്, അല്ല അച്ഛനമ്മമാരുണ്ട്, ഫാദേഴ്സ് ഉണ്ട്, മദേഴ്സ് ഉണ്ട്. പക്ഷേ രക്ഷിതാക്കളുള്ളവര് നന്നേ കുറവാണ്. രക്ഷിതാവുക എന്നാൽ കേവലം ജന്മം നൽകുക എന്നതല്ല, മറിച്ച് രക്ഷിതാവാകണമെങ്കിൽ ഒരു ഗാർഡൻ, പല ചെടികൾ ഉണ്ടായിരിക്കും, അതിൽ കളകൾ പറിച്ച് കളയണം, അവിടെ ചെടികൾ ഒപ്പമാക്കണം, അത് കട്ട് ചെയ്ത് വൃത്തിയാക്കണം, ലാൻഡ്സ്കേപ്പിംഗ് വേണം. എല്ലാം ഉണ്ടാകുമ്പോഴാണ് ഗാർഡൻ നന്നാവുന്നത്. ഇവിടെയാണ് മഹാനായ ശൈഖുന സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് ആദ്യമായി ചെയ്തത്. ഇവിടെ നല്ല മക്കളെ വളർത്തിയെടുക്കുക. ഇത് കേവലം ഒരു പേരിനും പ്രശസ്തിക്കുമുള്ള യാത്രയല്ല. ജാമിഅ മർകദുസ് സഖാഫത്തി സുന്നിയിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും ആകുമ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളായി അതിനെ ചേർന്നുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മനുഷ്യരെ വാർത്തെടുക്കാനാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ സമയത്ത് ഈ കേരള യാത്ര ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, മറിച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കീഴ്ഘടകമാണ് ICF എന്ന് പറയുന്നത്, ഇന്ത്യൻ കൾച്ചറൽ ഫോറം. ആ ICF കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രോജക്റ്റുകളിൽ 3 കോടി രൂപ ചെലവഴിച്ച ഓക്സിജൻ സിലിണ്ടർ ICF-ന്റേതാണ്. തിരുവനന്തപുരത്ത് RCC ഹോസ്പിറ്റലിന്റെ പരിസരത്ത്
കോടികൾ ചെലവഴിച്ച് പടുത്തുയർത്തിയ 300 രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സ്വസ്ഥമായി വിശ്രമിക്കാനും സുഖിക്കാനും അവർക്ക് മരണാശയിലാണെങ്കിൽ പോലും ഉള്ള സമയത്തൊന്ന് അവരുടെ ജീവൻ നിലനിർത്താൻ സ്വാതന്ത്ര്യം. 1000-ലേറെ ഓട്ടിസം ബാധിച്ചവർക്ക് ഞങ്ങൾ ഇവിടെ ഒന്നും ജാതി നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല. 32,000 രൂപ വീതം നൽകിയത് ഈ ICF ഈ കേരള യാത്രയുടെ ഭാഗമായി 5 ലക്ഷം ആളുകളിലേക്ക്. അയ്യുഹന്നാസ്, മനുഷ്യർക്കൊപ്പം എന്നാണ് ഇവിടത്തെ മുദ്രാവാക്യമെങ്കിൽ അവിടുത്തെ മുദ്രാവാക്യം അയ്യുഹന്നാസ്. അത് ഇമെയിൽ അയക്കലല്ല, ടെലിഫോണിലൂടെയല്ല. നമ്മുടെ സഹോദരങ്ങളെ നേരിൽ കണ്ട് അവർക്ക് മനുഷ്യത്വത്തിന്റെ മാതൃകകൾ, അവർക്ക് ആ സന്ദേശം എത്തിക്കുന്ന ICF-ന് എല്ലാവിധ സന്തോഷങ്ങളും നേരുകയാണ്. ഇന്ന് പത്രസമ്മേളനത്തിൽ 4 കാര്യങ്ങളാണ് ഇവിടുത്തെ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടത്. കണ്ണൂർ ജില്ലയുടെ വികസനത്തിന് വേണ്ടി വളരെ കൂടുതൽ പ്രവാസികളുള്ള നാടാണ് കണ്ണൂര്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള താലൂക്കാണ് തലശ്ശേരി. തലശ്ശേരിയിൽ 1 ലക്ഷത്തോളം പ്രവാസികളുണ്ട്. കണ്ണൂർ ജില്ലയിൽ 3 ലക്ഷത്തിനടുത്ത് പ്രവാസികളുണ്ട്. അവർ ആശ്രയിക്കുന്ന എയർപോർട്ട്, ദീർഘകാലം കാത്തിരുന്ന എയർപോർട്ട് യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴും വലിയ വലിയ ഫ്ലൈറ്റുകൾ ആധികാരികമായി വരാനുള്ള അനുമതി ലഭിച്ചിട്ടില്ല. അത് കേരള സർക്കാരുകൾ ഇടപെട്ട് അത് സാക്ഷാത്കരിക്കണമെന്നത് ഒന്ന്. എന്നല്ല, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ കറാച്ചി കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തായിരുന്നു കണ്ണൂര് തുറമുഖം. കണ്ണൂരിന് പൈതൃകത്തിൽ, ബിസിനസ്സില്, വ്യാപാരത്തില് പല പൈതൃകങ്ങളുമുണ്ട്. അത് വികസിപ്പിക്കണമെങ്കിൽ ഇവിടത്തേക്ക് ചരക്ക് എയറോക്രാഫ്റ്റുകൾ വരേണ്ടതുണ്ട്. അതിന് സൗകര്യം ഒരുക്കണം. ഒന്ന്. രണ്ടാമതായി ഞങ്ങൾ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടത് കണ്ണൂർ ജില്ല ആശ്രയിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുത്തെങ്കിലും സാധുക്കൾക്ക് പ്രാപ്യമായ രൂപത്തിൽ ആയിട്ടില്ല എന്നത് ആയതുകൊണ്ട് ഇവിടെയുള്ള മുഴുവൻ സാധുക്കൾക്കും ഇവിടുന്ന് വിട്ടാൽ പലപ്പോഴും മംഗലാപുരത്തേക്ക് പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് എത്തേണ്ടി വരുന്നു. 2 സ്ഥലങ്ങളിലേക്കും എത്തുമ്പോൾ എത്ര രോഗികളാണ് മരിച്ചു പോകുന്നത്. ആയതുകൊണ്ട് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒരുക്കി അതൊന്നുകൂടി ഉഷാറാക്കണമെന്ന്. മൂന്നാമതായി ആവശ്യപ്പെട്ടത്, ഇവിടെ പല മലയോര പ്രദേശങ്ങളിലും വന്യജീവികളുടെ ശല്യം വർദ്ധിച്ചു വരുന്നു. വന്യജീവികളെ സംരക്ഷിക്കണം, തീർച്ച. അതിലേറെ സംരക്ഷിക്കണം മനുഷ്യനെ എന്ന് മറന്നു പോകരുത്. മനുഷ്യനെ കൊന്നുകൊണ്ട് വന്യജീവികളെ സംരക്ഷിക്കുകയല്ല വേണ്ടത്, മറിച്ച് വന്യജീവികൾക്കും സംരക്ഷണം വേണം, മനുഷ്യർക്കും സംരക്ഷണം വേണം. മനുഷ്യരുടെ സംരക്ഷണമാണ് വലുത്. എന്നല്ല, എത്ര കർഷകരുടെ വിളകളാണ് വന്യജീവികൾ നശിപ്പിച്ചത്. കർഷകർ കടക്കണിയിൽപ്പെട്ട് എത്ര ആളുകൾ ആത്മഹത്യ ചെയ്തു. ഇവിടെയാണ് ഈ കേരള യാത്ര മനുഷ്യർക്കൊപ്പം കണ്ണൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടത്. മറ്റൊന്ന്, കണ്ണൂരിന്റെ പൈതൃകം, പാരമ്പര്യം, കൈത്തറികൾ. അതിലേറ്റവും ശ്രദ്ധേയമായ കണ്ണൂര് ഇന്നത് അസ്തമിച്ചു വരുന്ന അവസ്ഥയിലാണ്. അത് പരിപോഷിപ്പിക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് അവകാശപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മനുഷ്യർക്കൊപ്പം എന്നത് കേവലം ഒരു മുദ്രാവാക്യം അല്ല. വിശിഷ്യ നായകൻ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് വിദേശ രാജ്യങ്ങളിൽ പല ഇന്റർനാഷണൽ കോൺഫറൻസിനും ചെല്ലുമ്പോൾ പലരും പലതാണ് വിളിക്കാറുള്ളത്. ചിലർ വിളിക്കും അബുൽ ഐത്താം എന്ന് വിളിക്കും,
ചിലർ വിളിക്കും അബുൽ മസാക്കീൻ എന്ന് വിളിക്കും, ചിലർ വിളിക്കും അബുൽ അറാമിൽ എന്ന് വിളിക്കും, ചിലർ സുൽത്താൻ ഉലമെന്ന് വിളിക്കും, ചിലർ ഖമറുൽ ഉലമെന്ന് വിളിക്കും. എന്നാൽ ഈ വിരുന്നിനെ ഇഷ്ടപ്പെടുന്നത് അബുൽ അനാം, മനുഷ്യരുടെ പിതാവ്, മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ നേതാവല്ല, മറിച്ച് ഇവിടെയുള്ള ജാതി മതഭേദമന്യേ സർവ മനുഷ്യരുടെയും സംരക്ഷകനാണ്. ആ മഹാനുഭാവന്റെ നേതൃത്വത്തിലാണ് ഈ കേരളയാത്ര നടക്കുന്നത് എന്നത് മഹാനിക്ക് ചെയ്തത്ര ഇന്ന് ഈ നാട്ടിൽ ചെയ്ത മറ്റാരുണ്ട്? നിങ്ങൾ ആലോചിക്കുക. അവരുടെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ തണൽ ദീർഘകാലം ഞങ്ങൾക്ക് ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ് എന്ന ദുആയോടുകൂടെ അൽഹംദുലില്ലാഹ് ഇന്നലെ കാസർഗോഡ് കണ്ടപ്പോ ഉള്ളാളത്ത് സിയാറത്ത് കണ്ടപ്പോ അവിടെ കരുതി ഇത് സിയാറത്തിന് വേണ്ടി വന്നവരായിരിക്കും. അവിടെയാണ് കുമ്പോൾ തങ്ങൾ പറഞ്ഞത് ഇത് 90% കർണാടകക്കാരാണ്, കേരളക്കാരൻ അന്നേ കുറവെന്ന്. കാസർഗോഡ് കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി, ഇത് ഉദ്ഘാടന സമ്മേളനം ആയിരിക്കുമെന്നത്. എന്നാ കരുതി ഇനി 16-ന് തിരുവനന്തപുരത്തായിരിക്കും ഇത്ര ജനം കാണുക. മാഷാ അല്ലാഹ്, കണ്ണൂർ വന്നപ്പോൾ ഇതിനേക്കാൾ വലിയൊരു മൈതാനി കണ്ണൂർ ടൗണിലില്ല. ആ മൈതാനി ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനമാണ് ഇവിടെയുള്ളത് എന്ന് ഇത്തര സെറ്റപ്പിലും സംവിധാനത്തിലും നടത്താൻ ഇവിടെ ഏതെങ്കിലും ഒരു ആത്മീയ ഒരു കേരളയാത്ര നടത്തിയത് മഹാനായ ശൈഖുന സുൽത്താൻ ഉലമയല്ലാതെ മറ്റാരുണ്ട്? ആ സുൽത്താൻ ഉലമക്ക് അതോ ഈ നാടിന്, പ്രത്യേകിച്ച് ഇവിടുത്തെ കേരള സമസ്തകളുടെ ജമിയത്തുൽ ഉലമ, ഇവിടുത്തെ കേരള മുസ്ലിം ജമാഅത്ത്, ഇവിടുത്തെ SSF, ഇവിടുത്തെ ജമിയത്തുൽ മുഅല്ലിമീൻ, ഇവിടുത്തെ എല്ലാ സുന്നി സംഘാടകർക്കും അൽഹംദുലില്ലാഹ് ഫുൾ മാർക്ക് ഇടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാസ്ഥാനിക കുടുംബങ്ങൾ കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF, ICF, RSC ഇത് രണ്ടും വിദേശത്ത് പ്രവർത്തിക്കുന്ന കീടങ്ങളാണ്. എല്ലാവർക്കും എല്ലാവിധ വിജയം നേർന്നുകൊണ്ട് ഖബൈദിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നീ എല്ലാവിധ വിജയങ്ങളും നൽകണേ അല്ലാഹ്. കേരള മുസ്ലിം ജമാഅത്തിന്റെ ക്രൗഡിംഗ് ഫണ്ട് എല്ലാവരും പ്രവർത്തനങ്ങൾ വരുമ്പോൾ നിങ്ങളെല്ലാം ശരീരം കൊണ്ട് ചെയ്തു, നിങ്ങളുടെ കാശ് കൊണ്ട് കൂടി നിങ്ങൾ അതിൽ സഹകരിക്കണമെന്ന് ഉണർത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.